Okay. Next question. Given a two-digit number n, print both the digits of the number. Given a two-digit number n, so 23, 41, 10. അപ്പം ഒരു two-digit number നമുക്ക് തന്നിട്ടുണ്ട്. Given a two-digit number n. അപ്പം ഈ numbers ആണ് എന്ത്? n. Print both the digits of the number. Print both the digits of the number. ഈ നമ്പറിന്റെ രണ്ട് ഡിജിറ്റും എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യുക. അതായത് the first line indicating the number of test cases, next t line give each contain a single number n. So t output, what's the output? T lines each containing two digits of the number n of I separated by space. So okay, there are two test cases, that is the loop. 34 is the first number, so we should print like 3 then space 4, 4 then space 5. Okay, it's simple. Okay, it's simple. Like ഞാൻ just ഇവിടെ ഒന്ന് so first n is the input. So നമുക്ക് n എന്ന് പറയുന്നത് ഇൻപുട്ട് ആയിട്ട് വാങ്ങി വെക്കാം. അപ്പം n എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം ഈ ലൂപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് 4i in range n, അതായത് രണ്ട് പ്രാവശ്യം ഇത് റൺ 4i in range okay. Sorry. Okay, again 2 ഉണ്ട്, that is n is equal to 2. So 1 0 in 2, 0th വട്ടം. Sorry, it's not supposed to be 0, it's supposed to be 1. Okay, എന്നിട്ട് നമ്മൾ 34 ഇവിടെ വാങ്ങി വെക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മാപ്പ് ചെയ്യാം. സോ മാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്തത് മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പറിനെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ എന്താ എക്സ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. ഈ ഡിജിറ്റ് എക്സ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനാണ് പഠിച്ചത് അല്ലേ? അപ്പം അതായത് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് 2 ഡിജിറ്റാ തന്നിട്ടുള്ളത്. അതായത് ഈ 34നെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ 3ഉം വേണം 4ഉം വേണം. 3ഉം വേണം 4ഉം വേണം. ഓക്കെ, നമുക്കിതിന് 3ഉം വേണം 4ഉം വേണം. നമുക്ക് എനിക്കിപ്പം പല ഐഡിയാസ് വരുന്നുണ്ട്, വർക്കൗട്ട് ആകാൻ. എൻ്റെ ഒന്നാമത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതൊരു ഒറ്റ സ്ട്രിങ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് സ്ട്രിങ് എടുക്കുന്നു, സ്പേസ് ഗിവൻ സെക്കൻഡ് സ്ട്രിങ്. പക്ഷെ അത് സ്ട്രിങ് ആക്കണം, കൺവേർഷൻ കുറച്ച് ഒപ്റ്റിമൈസ്ഡ് അല്ല. എൻ്റെ സെക്കൻഡ് ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് അത് കുറച്ച് മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ്. അതായത് നമുക്കിപ്പോൾ ഒരു നമ്പർ 34 എന്നുള്ള നമ്പർ കിട്ടിയ ഇത് 2 ഡിജിറ്റ് നമ്പറാണ്. ഞാൻ ഈ 34നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 3 4, അതായത് അതിൻ്റെ കോഷ്യന്റ് എന്ന് പറയുന്നത് ഫസ്റ്റിലും നെക്സ്റ്റ് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് റിമൈൻഡർ സെക്കൻഡിലും. ഇത് എനിക്കിപ്പം കിട്ടിയ നമ്പർ 15 ആണെങ്കിൽ 15ൽ വർക്ക് ആവുമോ നോക്കാം. യെസ്, 15ൽ വർക്ക് ആവും. എനിക്ക് കറക്റ്റ് ആയിട്ടല്ലേ വേണ്ടേ? 5 എന്ന് പറയുന്നത് ഇവിടെ 0. അപ്പം ഇത് സിമ്പിൾ ആണ്, അതായത് നമുക്ക് ഒറ്റ ലൈൻ കൊണ്ട് ചെയ്യാം. ഇനി
ഓക്കെ, അപ്പം ഇത് ലൂപ്പിംഗ് ആണ്. ഫസ്റ്റ് നമ്പർ എടുക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഫസ്റ്റ് n എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഇൻപുട്ടാണ് ഫസ്റ്റ് ഇൻറ്റിജർ. n എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ഇൻപുട്ട്. സോ ആൻഡ് ഫോർ I in range n, for I in range n, എൻ്റെ നം, എൻ്റെ 2 ഡിജിറ്റ് നം എന്ന് പറയുന്നത് അതും ഇൻപുട്ടിൽ നിന്ന് വാങ്ങണം. കാരണം ഇത് ലൈൻ ബൈ ലൈൻ. എനിക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? എനിക്ക് 2 നമ്പേഴ്സാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മിൻ്റെ കോഷ്യന്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ള കോഷ്യന്റ്. സെക്കൻഡ് എനിക്ക് നമ്പിൻ്റെ റിമൈൻഡർ. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇറ്റ്സ് ഇഷ്യൂ ഉണ്ടല്ലോ. എൻ്റെ ഔട്ട്പുട്ട് 3242 ആ. എൻ്റെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് 3445 ആ. ഓക്കെ, so what's the issue? Let's നോക്കാം. ഓക്കെ സോറി, n ആയിരുന്നില്ല, ഇറ്റ്സ് നം ആയിരുന്നു. I think perfect. Okay.